ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ദീപാവലിയാണ്. അപ്പോൾ എല്ലാവരും ദീപാവലി ആഘോഷിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളും ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ദീപാവലി ടു ഓൾ. അപ്പോൾ ദീപാവലിയുടെ അന്ന് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും വടക്കൂട്ടുകറിയും. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി ചതച്ച് ഇഞ്ചിയും ചതച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഹോൾ സ്പൈസസ്, പെരിഞ്ജീരകം, പട്ട, അങ്ങനെയുള്ളതൊക്കെ ഒരു ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുത്തു. ചെറുതായിട്ടൊന്ന് മൂത്തു. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി ചേർക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നമുക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് സവാളയും ഉരുളക്കിഴങ്ങും, ഒരു 2 ഉരുളക്കിഴങ്ങും ഒരു വലിയ സവാളയും അരിഞ്ഞ് ചേർക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തു, ഉപ്പും ചേർത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ഉഴുന്ന് നന്നായിട്ട് കുതിർത്തിട്ട് ഇപ്പോൾ രാത്രിയിൽ ഞാൻ വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എടുത്ത് ഇതുപോലെ വെള്ളം വാർന്നു പോകാനായി വെച്ചിട്ടുണ്ട്. ഇതിനെ ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം ഇത് നമ്മൾ കഴുകിയതിന് ശേഷമാണ് എടുത്ത് വെച്ചത്. അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളമുണ്ട്, ഇത് കുതിർത്തിയിട്ടിരുന്ന വെള്ളം നന്നായിട്ട് കഴുകിയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ടത്. അപ്പോൾ ആ വെള്ളം തന്നെ നമുക്ക് കുറച്ച് ഒഴിച്ച് ഇത് കട്ടിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 എരിയില്ലാത്ത പച്ചമുളക്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഈ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടാവുമ്പോൾ അതുപോലെ ചെറുതായിട്ടിടാം. വടയുടെ ഷേപ്പിൽ വേണമെങ്കിലും ഇട്ടെടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ആദ്യം നന്നായിട്ട് എണ്ണ ചൂടാവണം, എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ വട പൊരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് അടിച്ചത്. ഇനി നമ്മളിതിലോട്ട് ഈ കറി റെഡിയാക്കിയതിലോട്ട് ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ. അപ്പോൾ കടുക് പൊട്ടിച്ച് ഉള്ളിയും മുളകും വറുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി നമ്മൾ ഈ വട അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് വെട്ടി തിളച്ചില്ല, പക്ഷേ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാകണം. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് പാല് പിഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വടക്കൂട്ടുകറി റെഡിയായി. ഇനി ഇതിൽ കിടന്ന് വട നന്നായിട്ട് സോക്കാവുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ സന്ധ്യയായി. ദീപാവലിയുടെ തലേന്നാണ്, സന്ധ്യയായിട്ടുണ്ട്.
വീണ്ടും കാണാം നല്ല ഉപകാരപ്രദമായ വീഡിയോസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.